അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, മരണമെന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും ആസ്വദിക്കുമെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന്, നമ്മെ അറിയുന്നവർ, നാം അറിയുന്നവർ എത്രയോ ആളുകൾ നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയി. ജീവനുള്ള എല്ലാവരും മരണം ആസ്വദിക്കുമെന്നുള്ളതിൽ ലോകത്താർക്കും ഒരു സംശയവുമില്ല. എന്നാൽ മരണത്തോടുകൂടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുതലാണ് അവന്റെ മറ്റൊരു ജീവിതം തുടങ്ങുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തെ ഭവനങ്ങളിൽ വെച്ച്, വീടുകളിൽ വെച്ച് ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു, അവിടെ ആ ഖബർ ജീവിതത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഫമാ ബഅദഹു ഐസറു മിൻഹു, അതിന്റെ ശേഷം വരാനിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും അവനിക്ക് പ്രയാസമില്ലാത്തതായിരിക്കും, എളുപ്പമായിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. വഇല്ലം യൻജു മിൻഹു, ആ ഖബറിൽ തന്നെ ഒരുത്തന് രക്ഷയില്ലെങ്കിൽ, ഫമാ ബഅദഹു, അതിന്റെ ശേഷം വരാൻ പോകുന്ന ഓരോ ഘട്ടങ്ങളും അഷദ്ദു മിൻഹു, അതിനേക്കാൾ ഏറ്റവും ഗൗരവമായിരിക്കും, ശക്തമായിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം മുതൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, മറ്റൊരു ജീവിതം നമുക്ക് തുടങ്ങുകയാണ്. യഥാർത്ഥ ജീവിതം നാം ആരംഭിക്കുന്നത് മരണം മുതലാണ്. ആ മരണം മുതൽ ഉള്ളതായ ആ ജീവിതം എന്താണ് അതിന്റെ അവസ്ഥ? ഹബീബുന റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചത് എന്താ? മരിച്ചതോടുകൂടെ എല്ലാം കഴിഞ്ഞോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയി. അവരെ നമുക്ക് ഓർക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് നോക്കൂ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൽ മയ്യിത്തു ഫിൽ ഖബർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, മൽ മയ്യിത്തു ഫിൽ ഖബർ ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിഹി. ഒരു മയ്യത്ത് ഖബർ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ ഖബർ ജീവിതത്തിൽ ഏതുപോലെയാണ്? വെള്ളത്തിൽ വീണ ഒരുത്തനെ പോലെ, വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്ന ഒരുത്തനെ പോലെ. നീന്താൻ അറിയാതെ വെള്ളത്തിൽ വീണാൽ അവൻ മുങ്ങിയും പൊങ്ങിയും സഹായം ആഗ്രഹിച്ചും കൊണ്ട് കൈ നീട്ടിയും വിളിച്ചുമൊക്കെ അവൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ അപ്പോൾ എന്താ? എന്തെങ്കിലും ഒരു സഹായം കിട്ടിയെങ്കിൽ അത് പിടിച്ച് രക്ഷപ്പെടാമായിരുന്നു എന്ന രൂപത്തിലായിരിക്കും ഖബറിൽ ഒരു മനുഷ്യന് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഹദീസ് പ്രവാചകർ വിശദീകരിക്കുകയാണ്, യൻതളിറു ദഅവതൻ, ആ മയ്യത്ത് പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഖബറിൽ. തൽഹഖുഹു, ആ പ്രാർത്ഥന അവനിലേക്ക് എത്തും. ആരിൽ നിന്ന്? മിൻ അബിൻ, അവന്റെ വാപ്പയിൽ നിന്ന്, ഔ ഉമ്മിൻ, അല്ലെങ്കിൽ അവന്റെ ഉമ്മയിൽ നിന്ന്, ഔ അഹിൻ, അല്ലെങ്കിൽ അവന്റെ സഹോദരനിൽ നിന്ന്, ഔ സ്വദീഖിൻ, അവന്റെ കൂട്ടുകാർ, മറ്റു മുഅ്മിനീങ്ങളിൽ നിന്ന് പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു മനുഷ്യൻ ഖബറിൽ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവന്റെ വാപ്പയോ അവന്റെ ഉമ്മയോ അവന്റെ സഹോദരനോ അവന്റെ മറ്റു കൂട്ടുകാരോ സ്വദീഖോ അവനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് അവനിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ ഫൈദാ ലഹിഖത്തുഹു, ആ പ്രാർത്ഥന അവനിലേക്ക് എത്തിയാൽ, ആലോചിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവ് മുഴുവനും അതിലുള്ള വസ്തുക്കളും അവനിക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഒരു മരിച്ച് ഖബർ ജീവിതത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനിക്ക്, അവന്റെ റൂഹിനിക്ക്, ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് പ്രാർത്ഥന എത്തുമ്പോ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു. വല്ലിപ്പ മരണപ്പെട്ടവരുണ്ടാകും, അതുപോലെ ഉമ്മ മരണപ്പെട്ടവരുണ്ടാവും, ഭാര്യ മരണപ്പെട്ടവരുണ്ടാവും, മക്കൾ മരണപ്പെട്ടവരുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ. എന്നാൽ നമ്മുടെയൊക്കെ 24 അവേഴ്സിൽ ഒരു 5 മിനിറ്റ് എങ്കിലും അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അവർക്ക് വേണ്ടി ഒന്ന് ദുആ നമ്മൾ ചെയ്താൽ
അവര് ഈ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ഖബർ ജീവിതത്തിൽ കഴിയുന്നത് എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ലേ? നമ്മളിൽ നിന്ന് ദുആ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഉപ്പക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ജ്യേഷ്ഠന് വേണ്ടി, മരണപ്പെട്ടു പോയ നമ്മുടെ അമ്മായികൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ നമ്മുടെ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശിഷ്യന്മാർക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നല്ലാഹ തആല ലയുദ്ഖിലു അലാ അഖ്ലിൽ ഖുബൂർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ കിടക്കുന്ന ആളുകളുടെ മേൽ അവന്റെ റൂഹിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചു കൊടുക്കും. എന്ത്? എവിടെ നിന്ന്? മിൻ ദുആഇ അഹ്ലിൽ അർദി, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയിൽ നിന്ന്, അംസാലൽ ജിബാൽ, പർവ്വതം കണക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വസ്തു കാണാൻ ഭൂമിയിലുള്ളത് വലിയ പർവ്വതങ്ങൾ മാത്രമാണ്. അപ്പൊ അത്രത്തോളം പർവ്വതം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ എത്തിച്ചു കൊടുക്കുമെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. മിനർ റഹ്മത്തി വൽ ഗുഫ്റാൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് പർവ്വതം കണക്കെ അവരിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ മഗ്ഫിറത്തും അവരിലേക്ക് എത്തുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയല്ലേ അല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നിട്ട് പ്രവാചകർ പഠിപ്പിക്കുന്നു, വഇന്ന ഹദിയത്തൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവർക്ക്, ഇലല്ലംവാത്തി, മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഹദിയ അൽ ഇസ്തിഗ്ഫാറു ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ബർസഖിയായ ജീവിതം എന്നാണ് ഈ ഖബർ ജീവിതത്തെ കുറിച്ച് മറ്റൊരു അർത്ഥത്തിൽ പറയുന്നത്. ഖബർ ജീവിതം അല്ലെങ്കിൽ ബർസഖിയായ ജീവിതം, ആ ജീവിതത്തിൽ ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ അവന്റെ അവസ്ഥ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, അവരെ മരണപ്പെട്ടു പോയ നമ്മുടെ ആളുകൾ, അവരെ നമുക്ക് ഓർക്കലും അവരുടെ മേൽ ദുആ ചെയ്യലും അവരുടെ മേൽ സ്വതക്ക കൊടുക്കലും അവരുടെ മേൽ പരിശുദ്ധ ഖുർആൻ ഓതി, ഫാത്തിഹ ഓതി, സലാത്ത് ഓതി അവരിലേക്ക് ഹദിയ നൽകി ദുആ ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയ, അവരുടെ ബർസഖിയ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നതാണ്. ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും അവർ സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാർക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ പിഞ്ചു മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയല്ലേ പ്രിയമുള്ളവരെ? മാത്രമല്ല ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലയർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന, സ്വാലിഹായ ഒരു മനുഷ്യന്റെ പദവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉയർത്തി കൊടുക്കുമെന്ന്. ഒരു ദിവസം ഒരു പദവിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അല്ലാഹു മറ്റൊരു പദവിയിലേക്ക് അല്ലാഹു ഇങ്ങനെ ഉയർത്തുമ്പോൾ, ഫയഖൂലു, ആ മനുഷ്യൻ പറഞ്ഞു പോകും, യാ റബ്ബി അന്നാലി ഹാദിഹി, എനിക്ക് എങ്ങനെയാണ് ഈ ഉയർച്ച കിട്ടുന്നത് റബ്ബേ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് ഉയർച്ച കിട്ടുന്നത്? ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്നും ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് എനിക്ക് ഈ ഉയർച്ച കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു ഫയഖൂലു, അല്ലാഹു പറയാ, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മോൻ പൊറുക്കലിനെ തേടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റേതായിരിക്കുന്ന ഈ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തി നിനക്ക് ലഭിക്കാൻ കാരണമെന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ അതിന് മാറ്റി വെച്ചുകൊണ്ട് അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക്, നമുക്ക് മുമ്പേ നടന്നു പോയ ആളുകൾക്ക് ദുആ ചെയ്യുമ്പോൾ, നമ്മളും ഒരു നാൾ മരിച്ച് ഖബറാകുന്ന മണ്ണറക്കകത്ത് കിടക്കുമ്പോൾ നമ്മളെ മക്കളും അതുപോലെ നാവുമായി ബന്ധപ്പെട്ട ആളുകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ ആദരവായ നബിയോടുകൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.